സൂര്യനിൽ നിന്നുള്ള അകലം നോക്കുമ്പോൾ യുറാനസിനേക്കാൾ അകലെയാണ് നെപ്റ്റ്യൂൺ. എന്നിട്ടും എന്തുകൊണ്ടാണ് നെപ്റ്റ്യൂണിനേക്കാൾ യുറാനസ് തണുത്തിരിക്കുന്നത്? യുറാനസിനെ നെപ്റ്റ്യൂണിനേക്കാൾ പല ഭാഗങ്ങളിലും കൂടുതലും തണുപ്പനാക്കിയത് അതിൻ്റെ അസാധാരണമായ ചരിവാണ്. ഏതാണ്ട് 97.77 ഡിഗ്രിയിലേറെയാണ് യുറാനസ് ചെരിഞ്ഞു കറങ്ങി സൂര്യനെ ചുറ്റുന്നത്. ഈ സവിശേഷമായ ചരിവ് യുറാനസിനെ സൂര്യനെ ചുറ്റുന്ന ഒരു ഉരുളുന്ന പന്തുപോലെ തോന്നിപ്പിക്കുന്നു. അതിൻ്റെ ഭ്രമണ അച്ചുതണ്ട് അതിൻ്റെ പരിക്രമണ തലത്തിന് ഏതാണ്ട് സമാന്തരമായാണ് ആ സഞ്ചാരം. അതൊരു അപൂർവതയാണ്. അങ്ങനെ സൗരയൂഥത്തിലെ ഏറ്റവും ചരിവുള്ള ഗ്രഹമായി യുറാനസ് മാറിയതിന് പിന്നിൽ കോടിക്കണക്കിന് കാലം മുൻപത്തെ ഒരു ചരിത്രം കൂടിയുണ്ട്. അതിൻ്റെ ആ ഭൂതകാലങ്ങളിലെങ്ങോ ഭൂമിയോളം വലിപ്പമുള്ള ഏതോ അജ്ഞാത വസ്തു യുറാനസുമായി കൂട്ടിയിടിച്ചാണ് അതിനിങ്ങനെ അസാധാരണമായ ചരിവുണ്ടായതത്രേ. ആ കൂട്ടിയിടി യുറാനസിലെ താപത്തെ വലിയ രീതിയിൽ സ്വതന്ത്രമാക്കുകയും ചെയ്തു. 84 വർഷങ്ങൾ കൊണ്ടാണ് യുറാനസ് സൂര്യന് ചുറ്റും അതിൻ്റെ ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അങ്ങനെ ഓരോ യുറേനിയൻ വർഷത്തിൻ്റെയും ഏകദേശം 1/4 ഭാഗം സമയം സൂര്യൻ ഓരോ ധ്രുവത്തിലും നേരിട്ട് പ്രകാശിക്കുന്നു. ഇത് ഗ്രഹത്തിൻ്റെ മറ്റേ പകുതിയെ 21 വർഷം നീണ്ടു നിൽക്കുന്ന ഇരുണ്ട ശൈത്യകാലത്തിലേക്ക് തള്ളിവിടുന്നു. നമ്മൾ മനസ്സിലാക്കാൻ 2 ഭാഗങ്ങളാക്കി പറഞ്ഞാൽ, യുറാനസിലെ പരിക്രമണ കാലമായ 84 വർഷങ്ങളിൽ 42 വർഷം ഒരു ഭാഗം പ്രകാശത്തിലും മറ്റേ ഭാഗം അടുത്ത 42 വർഷം ഇരുട്ടു നിറഞ്ഞ കൊടും തണുപ്പിലുമായിരിക്കും. അത്തരത്തിൽ സൗരയൂഥത്തിലെ ഏറ്റവും തീവ്രമായ ഋതുക്കൾ യുറാനസിനുണ്ടാകാനുള്ള പ്രധാന കാരണവും 97.77 ഡിഗ്രി ചരിവുള്ള ഒരേ ഒരു ഗ്രഹമായതിനാലാണ്. യുറാനസിലെ ഒരു ദിവസം ഏകദേശം 17 മണിക്കൂർ മാത്രമാണ്. മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശുക്രനെ പോലെ വിപരീത ദിശയിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹമാണ് യുറാനസ്. ആ പഴയ കൂട്ടിയിടിയുടെ ഫലമാകാം അതും. നമ്മുടെ അറിവിൽ ഭൂമി ഉൾപ്പെടെ വെറും 6 ഗ്രഹങ്ങൾ മാത്രമുണ്ടായിരുന്ന സൗരയൂഥത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ ഉടച്ചു വാർത്തത് ദൂരദർശിനികളാണ്. ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ തൻ്റെ ദൂരദർശിനിയിലൂടെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതിനിടയിൽ ഒരു മങ്ങിയ വസ്തു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നക്ഷത്രങ്ങളെക്കാൾ സാവധാനമാണ് താരതമ്യേന അത് നീങ്ങുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആദ്യം അതൊരു വാൽനക്ഷത്രമെന്നായിരുന്നു വില്യം ഹെർഷൽ അനുമാനിച്ചത്. എന്നാൽ കൂടുതൽ നിരീക്ഷണങ്ങളിൽ നിന്നും അതൊരു ഗ്രഹമാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ആ ഗ്രഹത്തിന് അദ്ദേഹം ബ്രിട്ടനിലെ ജോർജ് 3-ാമൻ രാജാവിൻ്റെ ഓർമ്മയ്ക്കായി ജോർജിയൻ ഗോളം എന്നൊരു പേരും കൊടുത്തു. പുതിയ ഗ്രഹത്തിന് 1 വർഷമായപ്പോഴേക്കും ഒരു മനോഹരമായ പേരിടൽ നടന്നു. ഗ്രീക്ക് പുരാണങ്ങളിലെ ആകാശദേവനായ ഒറാനസിൻ്റെ പേരിൽ നിന്നാണ് യുറാനസ് എന്ന പേര് വന്നത്.